ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് റവ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഈ റവ ലഡു. അതിനായിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ചു. അത് ചൂടാകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായ ശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരണം. ആദ്യം അണ്ടിപ്പരിപ്പിട്ട് വറുക്കാം. ഒരു 10 അണ്ടിപ്പരിപ്പ് ഒന്ന് മുറിച്ചെടുത്തതാണിത്. അണ്ടിപ്പരിപ്പ് ഒന്ന് നിറം മാറുമ്പോഴേക്കും കിസ്മിസ് ഇട്ട് രണ്ടും കൂടെ ഒന്ന് വറുത്ത് കോരാം. ഇപ്പോൾ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ ഞാനിവിടെ 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അതിട്ട് വറുത്തെടുക്കാം. ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഏതളവ് പാത്രം വേണമെങ്കിലും എടുക്കാം. റവ ഈ നെയ്യിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റവ വറുത്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വറുത്തെടുക്കാം. റവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കളറൊന്നും മാറണ്ട, നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. നല്ലൊരു മണമാണ് നെയ്യിലിട്ട് വറുത്തെടുക്കുമ്പോൾ. ഇപ്പോൾ റവ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണ്ട, ഒരു 1/4 ഗ്ലാസും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ വെള്ളം കൂടി പോകും. 1/2 ഗ്ലാസ് എടുക്കരുത്. 1/4 ഗ്ലാസും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം 3/4 ഗ്ലാസ് പഞ്ചസാര ചേർക്കാം. നമ്മൾ റവ അളന്ന അതേ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അലിയിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കാം. ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി. നൂൽപ്പരുവൊന്നും ആവണ്ട, വെറുതെ ഒന്ന് അലിഞ്ഞാൽ മതി. ഇതിപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് വേണമെങ്കിൽ അളവ് കുറച്ചുകൂടെ കുറയ്ക്കാം. നെയ്യ് കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ചൊഴിക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം റവ ഇട്ട് കൊടുക്കാം. റവ ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല വലിയ തരി ആയതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തതാണിത്. റവ ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വേണം റവ ഇടാനായിട്ട്. റവ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ വെള്ളം കൂടിപ്പോയതായിട്ട് തോന്നുമെങ്കിലും തണുത്ത് വരുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കാം. 10 മിനിറ്റ് ഇതിൽ തന്നെ അടച്ച് വയ്ക്കണം. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട് ഇപ്പോഴും. ഇനി ഇത് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മളിത് ഉരുട്ടുമ്പോൾ നന്നായിട്ട് ഉരുട്ടാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, ചിലപ്പോൾ ഡ്രൈ ആയി പോയതായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു നല്ല തിളച്ച വെള്ളം 1 സ്പൂണോ അല്ലെങ്കിൽ നല്ല തിളച്ച പാലോ ഏതെങ്കിലും 1 സ്പൂൺ വീതം ഒഴിച്ച് നനച്ച ശേഷം ഉരുട്ടിയെടുത്താൽ മതി. നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഉരുട്ടിയെടുക്കണം. ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളമോ പാലോ എന്തായാലും നല്ല തിളച്ച ശേഷം ഒഴിച്ചു കൊടുത്ത് ഉരുട്ടിയെടുക്കാം.
ഞാനിപ്പോൾ വെള്ളം പാലും ഒന്നും ഒഴിക്കാതെയാണ് ഉരുട്ടിയെടുത്തത്. വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് റവയിൽ ഞാനിപ്പോൾ 16 ലഡു തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.